റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട്ടെ CPM നേതാവ് PK ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടരുകയാണ് കോൺഗ്രസ്. ശശി വന്നാൽ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നഗരസഭയുടെ പരിപാടിയിലേക്ക് PK ശശിയെ ക്ഷണിച്ചത് KTDC ചെയർമാൻ എന്ന നിലയ്ക്കാണെന്ന് ചെയർപേഴ്സന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ശശി UDF വേദിയിൽ പോയത് സമ്മർദ്ദതന്ത്രമെന്ന വിലയിരുത്തലിലാണ് CPIM. പാർട്ടിയുടെ അച്ചടക്ക നടപടിയോടുള്ള എതിർപ്പ് കിട്ടിയ അവസരത്തിൽ പ്രകടിപ്പിക്കുകയായിരുന്നു ശശിയുടെ ലക്ഷ്യം. ബിലാൽ ഡയലോഗ് പറഞ്ഞത് കരുതിക്കുട്ടിയാണെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഒരു പ്രതികരണം കേട്ടുവരാം. അല്ല, ഇതില് അദ്ദേഹത്തെ CPM-ന്റെ ഭാഗത്തുനിന്ന് അയാൾ KTDC ചെയർമാനാണ്. ഒരു CPM-ന്റെ പ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് മണ്ണാർക്കാട് മേഖലയിൽ, പാലക്കാട് ജില്ലയിലൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ അവരുടെ പ്രസംഗത്തിൽ അവർ ക്ഷണിച്ചു, അവർ പറഞ്ഞു എന്നത് പരസ്യമായിട്ട് ക്ഷണിച്ചിട്ടൊന്നുമില്ല. ഒരു വർഷത്തിന് തമാശ രൂപേണ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതൊക്കെ തീരുമാനിക്കേണ്ട അദ്ദേഹം വളരെ ശക്തമായിട്ടുകൊണ്ട് തന്നെ പറഞ്ഞത് CPM-ന്റെ ആളായിട്ട്, CPIM-ന്റെ ആളായിട്ട് തുടരും. അതിൻ്റെ പ്രവർത്തനമാണ്, അങ്ങനെ പ്രവർത്തിക്കാനാണ് അദ്ദേഹം താല്പര്യം. അദ്ദേഹം തന്നെ പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഒരു വിവാദ ചോദ്യം ചോദിച്ച കാര്യമല്ല. നമുക്കിപ്പം ഇക്ബാൽ അറയ്ക്കലും റഹീസ് റഷീദും ഉണ്ട് തത്സമയം. ഇക്ബാൽ അറയ്ക്കൽ, ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ ഇക്ബാലിലേക്ക് പോയാൽ, ഇക്ബാൽ, കോൺഗ്രസിന്റെയും നഗരസഭയുടെയും വിശദീകരണം വന്നിട്ടുണ്ട്. CPM പ്രതിനിധി എന്ന നിലയിലല്ല PK ശശിയെ ക്ഷണിച്ചത് എന്നാണ് പറയുന്നത്. KTDC ചെയർമാൻ എന്ന നിലയിൽ മണ്ണാർക്കാടിന്റെ ഒരു വികസന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നതാണ് വിശദീകരണം. പക്ഷേ സാധ്യത തേടുന്നുണ്ട് കോൺഗ്രസ് എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? കാരണം മണ്ണാർക്കാട് മേഖലയിൽ PK ശശിയെ കൂടി ഒപ്പം കൂട്ടുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന നേട്ടം ചെറുതല്ലെന്ന് കോൺഗ്രസിനറിയാം. പക്ഷേ PK ശശി പെട്ടെന്ന് നടരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതല്ലേ വാസ്തവം? അരുൺകുമാർ, നേരത്തെ തന്നെ PK ശശി കോൺഗ്രസിലേക്ക് ചേക്കേറും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ അതെല്ലാം പാർട്ടിയും അതുപോലെ തന്നെ PK ശശിയും കോൺഗ്രസും എല്ലാം തള്ളിക്കളഞ്ഞാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് PK ശശിയും കോൺഗ്രസും ഇത്തരത്തിൽ PK ശശിയുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് PK ശശി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തള്ളിയിരുന്നു. താൻ എന്നും CPM ആണ്, കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കോ പോകുന്നില്ല, താൻ CPM ആണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നതിന് എന്നുൾപ്പെടെ PK ശശി പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും PK ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള സൂചനകളും വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ VK ശ്രീകണ്ഠൻ MP പരസ്യമായി PK ശശിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. കോൺഗ്രസിലേക്ക് വരുന്നതിന് PK ശശിക്ക് യാതൊരു രീതിയിലുള്ള അയോഗ്യതയുമില്ല. CPM-ന് വേണ്ടാത്തവരും CPM-ന് വേണ്ടാത്തവരുമായിട്ടുള്ള എല്ലാ ആളുകളെയും കോൺഗ്രസ് സ്വീകരിക്കും. PK ശശിക്കും കോൺഗ്രസിലേക്ക് വരാം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം VK ശ്രീകണ്ഠൻ MP തന്നെ പരസ്യമായി നടത്തുകയും ചെയ്താണ്. ഏതായാലും മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് PK ശശിയുമായി ചർച്ച നടത്തി PK ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെ PK ശശി കൂടി മണ്ണാർക്കാട് മേഖലയിൽ നിന്ന് കോൺഗ്രസിനൊപ്പം എത്തിയാൽ അത് മണ്ണാർക്കാട് മേഖലയിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അപ്പോഴും യൂത്ത് കോൺഗ്രസ് PK ശശിയെ കോൺഗ്രസിലേക്ക് എത്തുന്ന നടപടി തടഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള VP ദുൽക്കിഫിലാണ് ഇപ്പോൾ PK ശശിയുടെ കോൺഗ്രസ് പ്രവേശനം തടഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. PK ശശി ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത് കോൺഗ്രസിന് വലിയ രീതിയിൽ നേട്ടമല്ല, ദോഷമുണ്ടാക്കുമെന്നാണ് ദുൽക്കിഫിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പോയിട്ട് വരാം. ഇന്നലെ PK ശശി എന്നെ വിളിച്ചിരുന്നു. PK ശശി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തപ്പാ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത്? ഞാൻ CPM-ൽ വിട്ട് നിങ്ങും പോകുന്നില്ല, ഞാൻ പ്രത്യയശാസ്ത്രപരമായി CPM-ൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് എന്നാണ് PK ശശി പറഞ്ഞത്. റഹീസ് റഷീദ് നമുക്കിപ്പോൾ ഉണ്ട്. റഹീസ് റഷീദ്, ഒരു കാര്യം ഉറപ്പാണ്, PK ശശി കോൺഗ്രസിലേക്ക് കടന്നു പോകാനൊന്നും തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു സമ്മർദ്ദതന്ത്രം എന്ന നിലയിലാണോ CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ? ബിലാൽ പ്രയോഗമൊന്നും യാദൃച്ഛികമല്ല, അത് ആരെയോ കുത്തി പറഞ്ഞതാണെന്നും പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടതിന് ശേഷമുള്ളൊരു വേദിയിൽ തന്റെ കലിപ്പ് തീർത്തതാണ് എന്ന മട്ടിലാണോ CPM ഇതിനെ വിലയിരുത്തുന്നത്? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് അരുൺ. ബിലാൽ പഴയ ബിലാൽ തന്നെയാണെങ്കിൽ CPM-ഉം പഴയ CPM തന്നെയാണ് എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന PK ശശി ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് മുമ്പുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ എത്താൻ പറ്റിയില്ലെങ്കിലും നിലവിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്കുള്ള കമ്മിറ്റിയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ പലവട്ടമായി PK ശശി നടത്തുന്നുണ്ട്. അതൊന്നും സക്സസ് ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കിട്ടിയ അവസരം സമ്മർദ്ദതന്ത്രമായി PK ശശി എടുക്കുന്നത് എന്നതാണ്
CPM സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അവർ പാലക്കാട് ജില്ലാ നേതൃത്വവുമായി ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ സംസാരിച്ചിരുന്നു. പാലക്കാട് ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളും സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞത് പാർട്ടി വിട്ട് PK ശശി പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ മണ്ണാർക്കാട്ടെ അല്ലെങ്കിൽ പാലക്കാട്ടെ പല നേതാക്കൾക്കുമെതിരെ കുത്തുവാക്കുകളായി അവർക്കെതിരെ മനസ്സിലുള്ളത് പുറത്തേക്ക് പറയാനുള്ള അവസരമായി ഈ പരിപാടിയെ PK ശശി ഉപയോഗിച്ചു. UDF ഭരിക്കുന്ന ലീഗ് ഭരിക്കുന്ന ആ പരിപാടിയിൽ PK ശശിക്ക് വേണമെങ്കിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നു. പക്ഷെ അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ബിഗ് ബിയിലെ ബിലാൽ പ്രയോഗം നടത്തി അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇട്ട വസ്ത്രം പോലും സാധാരണഗതിയിൽ ഇടുന്ന വസ്ത്രമല്ലാതെ ഖദർ പോലുള്ള വെള്ള വസ്ത്രം ധരിച്ച് അവിടേക്ക് പോയത് പാർട്ടിയെ ചൊടിപ്പിക്കുക, പാർട്ടിയെ സമ്മർദ്ദത്തിൽ വരുത്തുക, അതിന്റെ ഗുണഫലമായി കുറച്ചുകൂടി പടിപടിയായി ഉയരുക എന്നത് മാത്രമാണ് PK ശശിയുടെ ലക്ഷ്യം. PK ശശിയാണ് അവിടെ വിഷയമെങ്കിൽ ശശി തരൂരാണ് ഇവിടെ വിഷയം. അത് കോൺഗ്രസിലെ വിഷയമാണ്. എന്തായാലും ശശി എന്ന പേരും രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ സജീവമാണ് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ.